എന്താ പേര്? പേരെന്താ? പേരെന്താ? അധ്യാപകരുടെ സംയോജിതമായ ഇടപെടലിൽ മാനസിക നില തെറ്റിയ സ്ത്രീയെ അഗതി മന്ദിരത്തിലെത്തിച്ചു. കൊല്ലം മയ്യനാട് ശാസ്താംകോവിൽ LP സ്കൂളിൽ ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന 45 വയസ്സ് തോന്നിക്കുന്ന കന്നഡ സംസാരിക്കുന്ന ഒരു സ്ത്രീ സ്കൂളിൻ്റെ വരാന്തയിൽ ഇരിപ്പുറപ്പിച്ചത്. പിന്നീട് സമീപത്തെ ഗവൺമെൻറ് ITIയിലേക്കും ഇവർ ഓടിക്കയറി. പിന്നീട് സ്കൂളിലെ കുട്ടികൾ പോകുന്ന ഓട്ടോറിക്ഷയിലും നിലയുറപ്പിച്ചു. ഇവരെ കണ്ടതോടെ കുട്ടികൾക്കും ആകെ ഭയമായി. ശാസ്താംകോവിൽ LPSലെ അധ്യാപകരും ITIയിലെ അധ്യാപകരും ചേർന്ന് ഇവർക്ക് ഭക്ഷണവും വാങ്ങി നൽകി. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും ബന്ധപ്പെട്ടു. ഉടൻ തന്നെ ഗണേശും ബാബുവും സ്ഥലത്തെത്തി. ഇവരെ വാഹനത്തിൽ കയറ്റി പിന്നീട് ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ ഉത്തരവും വാങ്ങി ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന അഭയത്തിലെ സംസ്ഥാനത്താണെന്ന് തോന്നുന്നു, കർണാടക സംസ്ഥാനത്ത് നിന്ന് ഒരു അനാഥയായ ഒരു സ്ത്രീ ഇന്ന് മയ്യനാട് ഗവൺമെൻറ് ITIയിൽ എത്തിച്ചേരുകയും അവർ പിന്നെ നമ്മളുടെ ഈ ITIയിലേക്ക് കടന്നുകൂടി. പിന്നീട് നമ്മളൊരു മാധ്യമപ്രവർത്തകനായ ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയായ ശ്യാമിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശ് അവർകളെയും ബാബു അവർകളെയും വിളിച്ചു വരുത്തിയിട്ട് ഈ സ്ത്രീയെ ഏകദേശം ഒരു 3:30 അനാഥാലയത്തിലേക്ക് അല്ലേ ഒരു ഇരവിപുരത്തുള്ള അഭയകേന്ദ്രത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നല്ല ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു അഭയത്തിലെ മാനേജിംഗ് ട്രസ്റ്റി ഇവരെ സ്വീകരിച്ചു. മാനസിക നില തെറ്റിയ സ്ത്രീയെ ഉപദ്രവിക്കാതെയും ആട്ടി ഓടിക്കാതെയും ഭക്ഷണം വാങ്ങി നൽകുകയും ജീവകാരുണ്യ പ്രവർത്തകരെ വിളിച്ച് ഏൽപ്പിക്കുകയും ചെയ്ത മയ്യനാട് ശാസ്താംകോവിൽ LPS സ്കൂളിലെ അധ്യാപകരും HM സുലേഖ ടീച്ചറും ITയിലെ അധ്യാപകരും ചെയ്ത നല്ല കാര്യത്തിനെ അഭിനന്ദിക്കുകയും ചെയ്തു അഭയത്തിലെ മാനേജിംഗ് ട്രസ്റ്റി ബെനഡിറ്റ സഫർനോസ്. ഇന്നേ ദിവസം ശാസ്താംകോവിൽ സ്കൂളിലെ ടീച്ചേഴ്സും HM സുലേഖ ടീച്ചറും ITയിലെ ആൾക്കാരും കൂടി ചേർന്ന് സുബോധം നഷ്ടപ്പെട്ട ഏകദേശം ഒരു 40 വയസ്സ് പ്രായം വരുന്ന സ്ത്രീയെ സാമൂഹ്യ പ്രവർത്തകർ ഗണേശും ബാബുവും ശ്യാമും കൂടി ചേർന്ന് ഇവിടെ അഭയത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ അവകാശികൾ ആരെങ്കിലും പോലീസിലെ റിപ്പോർട്ട് കൂടിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കാം. ചിലപ്പോൾ ചാടിപ്പോകുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ അവരെ സൂക്ഷിക്കും.